കേരള രാഷ്ട്രീയത്തിൽ നടുക്കവും ഇടിമുഴക്കവും ഉണ്ടാക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി ഇന്ന് വരികയാണ്. കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. മുൻ MLA KV കുഞ്ഞിരാമനും CPIM നേതാക്കളുമടക്കം 24 പ്രതികളുണ്ട് ഈ കേസിൽ. 2019 ഫെബ്രുവരി 17 കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടതാണ് കേസിന് ആധാരം. S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും, അതുപോലെ കല്യോട്ട് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയെന്ന വാർത്തയുമായി അരുൺ പാറക്കലും നമുക്കൊപ്പം ചേരുകയാണ്. അതുപോലെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പെരിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരും. ആദ്യം B ദിലീപ് കുമാർ ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് ദിലീപ് കുമാർ കടക്കുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഒരുപക്ഷെ ഈ കേസിൻ്റെ വിധി വരുന്ന ദിവസമാണെന്ന്, ഒരുപക്ഷെ എല്ലാവർക്കും ചങ്കിടിപ്പുണ്ടാക്കുന്ന ദിവസം കൂടിയാണ്. CBI കേസ് അന്വേഷിക്കാതിരിക്കാൻ പരമാവധി സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയിരുന്നു. സുപ്രീം കോടതി വരെ കേസിൽ അവർ യുദ്ധം ചെയ്തു. അവസാനം പരാജയം ഏറ്റുവാങ്ങി കേസ് CBIക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വിധിയാണെന്ന് CBI കോടതി പറയാൻ പോകുന്നത്. SKN ഗുഡ് മോർണിംഗ്. കേരളത്തെ ഞെട്ടിച്ച 2 അരും കൊലകളുടെ വിധിയാണ്, ആ കേസിലെ സുപ്രധാന വിധിയാണ് ഇന്ന് എറണാകുളം CBI കോടതി 2 പറയാൻ പോകുന്നത്. ഈ കേസിൽ വിധി എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. 2 യുവാക്കൾ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ 2019 ഫെബ്രുവരി മാസം 17 തീയതി രാത്രി ഏതാണ്ട് 7:45 ഈ കല്യാട്ട് ഏച്ചിനടുക്കം സ്കൂൾ റോഡ് പരിസരത്ത് വെച്ച് അരും കൊല ചെയ്തത്. ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ ഉയർന്നിരുന്നതാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം CPIMൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറി A പീതാംബരനെയും സഹായി സജിയെയും അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ പിന്നീട് അന്വേഷണം മന്ദഗതിയിലായിരുന്നു. കേസ് പോലീസ് അന്വേഷിച്ചാൽ ശരിയാകില്ല എന്ന ആരോപണം ശക്തമാവുകയും പ്രതിഷേധം വ്യാപകമാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതി ചേർത്ത് ഈ കേസിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച A പീതാംബരൻ ഉൾപ്പെടെ 14 പേർ, അതിൽ പിന്നീട് ഉദുമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, അങ്ങനെ നിരവധി CPIM നേതാക്കൾ, ഈ 14 പേരും CPIMൻ്റെ പ്രവർത്തകരോ നേതാക്കളോ ആയിരുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു കാര്യം. ഈ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവും നീതിപൂർവമല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി അതിനിടെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പക്ഷേ കുറ്റപത്രം ഹൈക്കോടതി തള്ളി. ഈ കേസിൽ അന്വേഷണം നീതിപൂർവമല്ലെന്ന കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് CBIക്ക് ഈ അന്വേഷണം വിടുകയും ചെയ്തു സിംഗിൾ ബെഞ്ച്. പക്ഷേ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവെച്ചു. ഇതിനെതിരെ പിന്നീട് സുപ്രീം കോടതിയെയും സംസ്ഥാന സർക്കാർ സമീപിച്ചു. ഈ കേസിലുടനീളം തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയും ഒക്കെ കൊണ്ടുവന്നാണ് കേസ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ ഈ അഭിഭാഷകർക്ക് കേസ് നടത്തുന്നതിനും കേസിന് വരുന്നതിനുമൊക്കെയായി ചെലവഴിച്ചു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ബാക്കിപത്രം. കേസ് പിന്നീട് CBIക്ക് വിടുകയും CBI ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി. 2023 ഫെബ്രുവരി മാസം 2 തീയതിയാണ് ഇതിൻ്റെ വാദം തുടങ്ങുന്നത്. നിരവധി സാക്ഷികളെ 154 സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചിട്ടുണ്ട്. നിരവധി തൊണ്ടിമുതലുകൾ, ഇതൊക്കെ തെളിവായി നേരത്തെ തന്നെ CBI എടുത്തിരുന്നു. ഇതുകൂടാതെ ഈ കേസിൽ പിന്നീട് CPIMൻ്റെ ഉദുമയുടെ മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 10 പ്രതികളെ കൂടി പിന്നീട് CBI അറസ്റ്റ് ചെയ്തു. CBI പ്രധാനമായും അന്വേഷിച്ചത് ഇതിൻ്റെ ഗൂഢാലോചനയാണ്. നേരത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതെങ്കിൽ ഗൂഢാലോചനയിലൂന്നിയായിരുന്നു CBI ഈ അന്വേഷണം നടത്തിയത്. ഈ വിചാരണ പൂർത്തിയായി. ഇന്നിപ്പോൾ ഈ കേസിൽ വിധി പറയാനിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിനൊപ്പം നിന്നിരുന്ന അന്നത്തെ കോൺഗ്രസ് നേതാവ് CK ശ്രീധരൻ KPCC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പിന്നീട് പ്രതിഭാഗം അഭിഭാഷകനായി മാറുന്ന കാഴ്ചയ്ക്കും, അദ്ദേഹം CPIMൽ പിന്നീട് ചേരുകയും പ്രതിഭാഗം അഭിഭാഷകനായി മാറുന്ന കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, B ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. CBI കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ പറയുന്നു. കോൺഗ്രസ് പാർട്ടി കൂടെ നിന്നതുകൊണ്ടാണ് തൻ്റെ മക്കളുടെ നീതിക്കായി പോരാടാൻ കഴിഞ്ഞത്. കേസിലെ 24 പ്രതികൾക്കും തൂക്കുകയർ കിട്ടണമെന്ന് കൃഷ്ണൻ 24നോട് ആവശ്യപ്പെട്ടു. ഇവർക്ക് എല്ലാവർക്കും നല്ല ശിക്ഷ കിട്ടണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എല്ലാവർക്കും നല്ല തൂക്കുകയർ കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കുടുംബം, എല്ലാ 2 കുടുംബങ്ങളും കാത്തിരിക്കുന്നുള്ളത്. നമുക്കിത് സഹായിക്കേണ്ട ഗവൺമെൻറ് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് സഹായിച്ചത്. കുറേ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുണ്ട്,
ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പങ്കെടുത്ത പാർട്ടിക്കാരുണ്ട്, നേതാക്കന്മാർ. അവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടണമെന്നില്ല ഒരു പ്രതീക്ഷയാണ് നമ്മളത്. കിട്ടുന്നില്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നില്ല. എല്ലാ പോരാട്ടവും നമ്മൾ പാർട്ടി എല്ലാ സഹായത്തോടെ കൂടിയിട്ട് ഇതുവരെ പോരാടിയവരോട്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ കയറിയ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ചിട്ടാണ് വലിയ മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് പ്രതികൾക്ക് വേണ്ടി കേസ് വാദിച്ചത്. യഥാർത്ഥത്തിൽ സർക്കാർ കണ്ണാടിയിലൂടെ കാര്യങ്ങളെ കാണുമ്പോൾ അവിടെ വാദിയും പ്രതിയുമില്ല. സർക്കാരിനെ നിയമങ്ങൾ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ, രാഷ്ട്രീയ വിവേകവും ഭരിക്കണം. അതിൽ ദൗർബല്യം സംസ്ഥാന സർക്കാർ കാണിച്ചു എന്നുള്ള കാര്യവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്ന് ശരത് ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ രംഗത്ത് വന്നെന്നും സത്യനാരായണൻ 24-നോട് പറഞ്ഞു. വിധിയിൽ പരിപൂർണ വിശ്വാസമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സിനകത്ത് എന്തോ ഉദ്ദേശിക്കുന്ന ആ രീതിക്കുള്ളൊരു ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് മനസ്സിനകത്തുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളതിന് തക്കതായ തെളിവ് കൊടുത്തിട്ടുണ്ട്. തെളിവുകളാണല്ലോ കോടതിക്ക് ശിക്ഷ കൊടുക്കാനുള്ള ശരിയായ വഴി. ആ വഴി നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ പെരിയ കേസിൻ്റെ വിധി ഇന്ന് വരികയാണ്. കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയുക. മുൻ MLA KB കുഞ്ഞിരാമനും CPIM നേതാക്കളും അടക്കം 24 പ്രതികളുള്ള കേസിൻ്റെ വിധിയാണ് വരുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നല്ല ചങ്കിടിപ്പുണ്ടാക്കുന്ന വിധിയാണ് CBI കോടതിയിൽ നിന്ന് വരിക. ഇപ്പോൾ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ വളരെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ് പെരിയയിലെ ഇരട്ട കൊലക്കേസ്. മാത്രമല്ല, പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾക്ക് വേണ്ടി കോടതി കയറേണ്ട സംസ്ഥാന സർക്കാർ പണം ചിലവഴിച്ച് പ്രതികൾക്ക് വേണ്ടി കോടതികൾ കയറിയ കാഴ്ച കൂടി നമ്മൾ കണ്ടു. രാഷ്ട്രീയ വിവേകം പലപ്പോഴും നഷ്ടപ്പെട്ടു എന്ന് പോലും പൊതുജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ഈ പ്രവർത്തനം. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസ് ഇന്ന് 11 മണിയോടുകൂടി വിധി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ബന്ധുക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരൊക്കെ തന്നെ നിലവിൽ കൊച്ചിയിലുണ്ട്. അത് പ്രോസിക്യൂഷൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെയും ഒക്കെ ആളുകൾ ഇവിടെയുണ്ട്. ഇനി 11 മണിക്ക് CBI കോടതി 2 ഈ കേസിൽ വിധി പ്രസ്താവം നടത്തിയാൽ മതിയാകും. SK ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ വിവാദമുണ്ടാക്കിയ രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെതും. കാരണം 2 ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ചെറുപ്പക്കാർ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ പരസ്പരമുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു നടു റോഡിലിട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് അന്ന് കേരളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. അതിലാണ് ഇന്ന് കോടതി വിധി പറയാൻ പോകുന്നത്. 2 ജഡ്ജിമാരാണ് ഈ കേസ് മാറി മാറി കേട്ടത്. ആദ്യത്തെ ജഡ്ജ് സ്ഥലം മാറി അദ്ദേഹം പോവുകയായിരുന്നു. തൊട്ടടുത്ത ജഡ്ജ് പിന്നീട് ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ കേസിൻ്റെ നാൾവഴികൾ മുന്നോട്ട് പോവുകയുണ്ടായത്. SK ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യം ക്രൈംബ്രാഞ്ച് ഈ കേസിൽ 14 പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ അത്രയും ആളുകളല്ല, ഇതിൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയില്ല എന്ന് ആ കുടുംബത്തിന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് CBIക്ക് വിട്ടു. അല്പം പോലും കാത്തു നിന്നില്ല സർക്കാർ. നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളുമായി പോയി. അത് തള്ളി. സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും സർക്കാരിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നും ഉണ്ടായില്ല. പിന്നീട് CBI കേസ് ഏറ്റെടുത്തു. മുൻ ഉദുമ MLA KB കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 10 പേരെ CBIയുടെ കേസിൽ അധികമായി പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അതിന്മേൽ കൃത്യമായ വാദം നടന്നു. ശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റി. SK ഒരുപക്ഷെ ഇന്ന് നടപടിക്രമം അനുസരിച്ച് കുറ്റക്കാരെന്നോ അല്ലെന്നോ എന്തായാലും അത് വിധി എന്തായാലും അത് പറഞ്ഞ ശേഷം ശിക്ഷ ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസമോ 2 ദിവസം കഴിഞ്ഞോ മാറ്റിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ കോടതി വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ശിക്ഷ വിധിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും. അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ശിക്ഷ ഇന്ന് തന്നെ വിധിക്കാൻ സാധ്യതയുണ്ട്. ശിക്ഷ ഇന്നാണ് വിധിക്കുന്നതെങ്കിൽ രാവിലെ ഒരു പക്ഷേ വിധി പറയും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശിക്ഷ എന്ത് എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി വിധി പറഞ്ഞ ശേഷം തിങ്കളാഴ്ചത്തേക്കോ മറ്റോ ശിക്ഷ വിധി മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. ഏതായാലും സമഗ്രമായ കവറേജ് ഉണ്ടാകും. കാരണം
കൊലപാതകം അരങ്ങേറിയ കല്യോട്ട് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ. മാത്രമല്ല ഇന്നലെ പോലീസ് റൂട്ട് മാർച്ചൊക്കെ നടത്തിയിരുന്നു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എല്ലാവിധമായ പോലീസ് ബന്ദോബസ്തും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കല്യോട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, യഥാർത്ഥത്തിൽ പോലീസ് എല്ലാവിധമായ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഈ വിധി അത്ര കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കക്ഷി രാഷ്ട്രീയങ്ങളുടെ കരളുകളിൽ ചങ്കിടപ്പ് ഉണ്ടാക്കുന്ന വിധിയായിരിക്കും ഇന്ന് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിർദ്ദയമായ ഇരട്ട കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം എന്ന് ഈ മക്കളുടെ പിതാക്കൾ ആലോചിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. എസ്കെൻ അതുതന്നെയാണ്. എന്തായാലും വലിയ സുരക്ഷ. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടങ്ങാടിയിലാണ് എസ്കെൻ. ഇവിടെ നിന്ന് ഈ തൊട്ടപ്പുറത്ത്, അതായത് ഈ റോഡിലൂടെ മുന്നോട്ട് പോയാലാണ് ഈ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട ആ സ്ഥലമുള്ളത്. എന്തായാലും ശക്തമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ ജാഗ്രതയിലാണ് പോലീസും ഉള്ളത്. ഇന്നലെ റൂട്ട് മാർച്ച് നടത്തി ASP നേരിട്ട് തന്നെ ഇവിടെ എത്തി ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുതൽ കനത്ത സുരക്ഷാ സന്നാഹമുണ്ട്. ഒപ്പം SKN ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബാലസംഘത്തിൻ്റെയും സ്ഥാപക ദിനമാണ്. അതുകൊണ്ട് ഇരു പാർട്ടികളും ഇവിടെ പ്രകടനങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു. അതിനുശേഷം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാരെ വെവ്വേറെ യോഗത്തിനിരുത്തി. അതിനുശേഷം ഈ യോഗങ്ങളൊന്നും പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ച, പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഒപ്പം CCTV ക്യാമറകൾ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോലീസ് അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് പ്രത്യേകമായ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരനിഷ്ട സംഭവങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട വിധി വരുമ്പോൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ജാഗ്രത പോലീസ് പാലിക്കുന്നുണ്ട്. ഈ പെരിയ കൊലപാതകം ഉണ്ടായ സമയത്ത് വ്യാപകമായ അക്രമങ്ങൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. നിരവധി ചെറുപ്പക്കാർ ക്രിമിനൽ കേസുകളിൽ ഇപ്പോഴും പ്രതികളാണ്. എന്തായാലും ഇന്ന് അത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നൊരു ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകി.